ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ കഥ തുടങ്ങുന്നത് അഭി അവൻ്റെ കൂട്ടുകാരനായ ഗുണ്ടകളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവളിപ്പോൾ കോമ സ്റ്റേജിലാണ്, അതുകൊണ്ട് തന്നെ അവളുടെ നാവിൽ നിന്നൊന്നും പുറത്തേക്ക് വരാനൊന്നും ഇനി പോകുന്നില്ല. ഇനി അഥവാ അവളെ ICUവിൽ നിന്ന് റൂമിലേക്ക് എങ്ങാനും മാറ്റി അവളുടെ രോഗാവസ്ഥയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവളെ തീർത്തേക്കണം. പിന്നെ അവളുടെ ശരീരം അനങ്ങരുത്, അവളുടെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്തേക്ക് വരരുത്. ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് എനിക്ക് അനന്തപുരി തറവാട്ടിൽ കിട്ടാൻ പോകുന്ന മൈലേജ് വളരെ കൂടുതലാണ്. പലതും എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ പറഞ്ഞു നിൽക്കുന്ന അഭിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം മുത്തശ്ശനകത്ത് കയറി ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു. നേരം ഡോക്ടറും പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ സാറിൻ്റെ കൊച്ചുമോനാണ് എന്ന് അനഘ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആരാ സാറേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ ആദർശമോൻ്റെ കുട്ടിയാണ് എന്നാണ് അവളുടെ വീട്ടിൽ കൂടി നിന്നവർ പറഞ്ഞത്. പിന്നെ എൻ്റെ മോൻ്റെ 2 ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, എൻ്റെ തനി പകർപ്പാണ് അവൻ, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കും, അപ്പോൾ സാറിൻ്റെ തീരുമാനം എന്താണ്? കുട്ടീനെ ഏതെങ്കിലും ഓർഫനേജിലാക്കാനോ അങ്ങനെ എന്തെങ്കിലും ആണോ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അല്ല, കൂടെ കൂട്ടാൻ തന്നെയാണ് ഉദ്ദേശം എന്ന് മുത്തശ്ശൻ പറയുക. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, അനഘ ഗൾഫിലായിരുന്നു, അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ അടുത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പലപ്പോഴും ഞാൻ ആ കുട്ടിയുമായിട്ട് സമയം ചിലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മിടുക്കി കുട്ടിയാണ് സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെ സംസാരിച്ചിട്ട് മുത്തശ്ശൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ഇതിനിടയ്ക്ക് മുത്തശ്ശൻ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ അനഘ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് മുത്തശ്ശൻ ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയും, ഇല്ല, ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കുകയുള്ളൂ, ഇനിയിപ്പോൾ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയും. എന്തായാലും മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം പുറത്തുനിന്ന് ആദർശ് പറയുന്നുണ്ട്, ഇതിനകത്ത് ആരൊക്കെയോ കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സംഭവം ഇതുപോലെ വന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അതേ ഏട്ടാ, എനിക്കും അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇങ്ങനൊരു സംഭവത്തിൽ വീണ് ഏട്ടൻ നാണം കെടണ്ട, എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുക കേട്ടോ ആദർശ്. അന്നേരമാണ് മുത്തശ്ശൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അന്നേരം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പ്രതീക്ഷയൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്, നമുക്ക് മോളെ വീട്ടിലോട്ട് തന്നെ കൂട്ടാം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് ആരുടെയൊക്കെ കളിയാണ്, ആരെങ്കിലും പൈസ തട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നും എനിക്കറിയില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നത് പോലെ ആകില്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അത് തെളിയിക്കാൻ കുറച്ച് സമയം വേണം, അതുവരെ മോൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ. അനഘയുടെ വീട്ടിലുണ്ടായിരുന്ന പലരും ഇപ്പം പുറത്തു നിൽപ്പുണ്ട്, ഇപ്പോൾ നമ്മൾ കുട്ടിയെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അവരത് പ്രശ്നമാക്കും, ആകെ നാണക്കേടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് മോളെ നമുക്ക് കൂടെ കൂട്ടിയേ നിവർത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ അഭി പിന്നെയും പറയുന്നുണ്ട്, കേട്ടോ, അതാ ഞാൻ പറഞ്ഞത്, ഈ സംഭവം ഞാൻ ഏറ്റെടുത്തോളാം, ആരും നാണം കെടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും, ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഒരുപാട് അനാഥ ബാല്യങ്ങളെ ഞാൻ വളർത്തുന്നുണ്ട്, അതിൽ നിൻ്റെ അമ്മ മാത്രമേ ഞാൻ വീട്ടിലോട്ട് കൂട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് അനന്തമൂർത്തിക്ക് ഇതൊന്നും ഒരു ഭാരമല്ല എന്ന് പറയാം കേട്ടോ. ആദർശൻ്റെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ആദർശം ചോദിക്കുന്നുണ്ട്, കുട്ടിയെ നമ്മൾ വീട്ടിലോട്ടല്ലേ കൊണ്ടുപോയി ചെല്ലുന്നത്, അവിടെ ചെല്ലുമ്പോൾ അവരോട് എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയും. അവരങ്ങ് പോരാൻ തുടങ്ങുമ്പോഴേക്കും മറ്റു ഗുണ്ടകളന്മാർ 2 പേരും ഒന്നുകൂടെ ചോദിക്കും, എന്താ ഈ സാറ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താക്കാനാ, ഞങ്ങൾ ചന്തുമോളെ കൂടെ കൂട്ടുവാണ് എന്നിങ്ങനെ പറയുമ്പോൾ അവന്മാർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി വളരേണ്ടത് അനന്തപുരി തറവാട്ടിൽ തന്നെയാണ്, അങ്ങനെ നിങ്ങൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളിതിൽ കയറി ഇടപെട്ടേനെ എന്ന് പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ചേ പറഞ്ഞു ഇങ്ങോട്ട് ഭീഷണിയൊന്നും വേണ്ട എന്ന്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അഥവാ ഇനി വല്ല ഭീഷണിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ എവിടെ കിടക്കുമെന്നും എനിക്ക് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേരം അവന്മാർ പറയുന്നുണ്ട്, സാറ് കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിനെ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീയൊക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ വീട്ടിലൊരു ഫോട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാകില്ല എന്ന് പറയുമ്പോൾ, എന്തിനാ സാറ് വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നത്, ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതൊന്നും ഓർക്കുന്നത് നല്ലതാ എന്ന് പറയും. ആദർശനാണ് ദേഷ്യം വന്നിട്ട്, നിന്നോടൊക്കെ ആരാടാ ഇതുപോലെ കള്ളക്കളി ഉണ്ടാക്കി ഇതുപോലെ
ഒരു നാടകം കളിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും കേട്ടോ. അവരുടെ കോളറിന് കയറി പിടിക്കും. അന്നേരം മുത്തശ്ശൻ എന്താ ആദർശനെ കാണിക്കുന്നത്, ഇങ്ങ് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, അതിനകത്ത് നീ ഒന്നും കൂടി കൂടുതൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ അവരിങ്ങ് പോരാൻ തുടങ്ങുമ്പോഴേക്കും മോള് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വന്നായിരുന്നു കേട്ടോ. മോളെ കാണുമ്പോൾ അതിൻ്റെ വിഷമമൊക്കെ കാണുമ്പോൾ മുത്തശ്ശൻ എടുത്തിട്ട് പറയും, എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്ന് പറയും. നേരെ ആദർശ് ചോദിക്കും, അങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരാളെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് കാണണം എന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നേക്കും അബി അതേ കുഞ്ഞിനെ കാണണം എന്നല്ലേ പറഞ്ഞത്, കാണിച്ചേക്കാം എന്ന് പറയുകയാണ്. മുത്തശ്ശൻ നേരെ ആദർശനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ കൊണ്ട് കാണിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയും, ഇവന്മാർക്കൊന്നും നഷ്ടപ്പെടാനുള്ളത് നമുക്കാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ മോളെ കൊണ്ടകത്തേക്ക് പോകുന്നു. അങ്ങ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങ് വർക്കൗട്ട് ആകാത്തതിൻ്റെ സങ്കടം അബിയുടെ മുഖത്തുണ്ട് കേട്ടോ. ആദർശവും ആകെ ടെൻഷനിലും ദേഷ്യത്തിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി കൂട്ടുകാരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നന്ദുവിനെ വിളിക്കാറുണ്ടോ എന്ന്. നേരം അവർ പറയും, ഞങ്ങൾ വിളിക്കാറുണ്ട് എപ്പോഴും, പക്ഷേ അവൾ ഇടയ്ക്കൊക്കെ എടുക്കാറുള്ളൂ, എടുക്കുമ്പോൾ എല്ലാം ചോദിക്കാറുണ്ട് നീ അടുത്തുണ്ടോ എന്ന്, നീ അടുത്ത് നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കുകയാണെന്നാണ് അവളുടെ വിചാരം എന്നിങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അവൾ എന്നിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുന്നത്, അവിടുത്തെ ലാൻഡ് ഫോൺ നമ്പറൊക്കെ എനിക്ക് കിട്ടിയതാണ്, പക്ഷേ വിളിച്ചിട്ട് കാര്യമില്ല, അവളെ കണക്റ്റാക്കി കിട്ടില്ല, അതാ പ്രശ്നം, അവളുടെ കൂട്ടുകാരുടെ ആരെങ്കിലും നമ്പർ കിട്ടുമായിരുന്നെങ്കിൽ അവളെപ്പറ്റി അന്വേഷിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, അവളെ SI ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നീ ഈ പരിപാടി തുടരുവാണെങ്കിൽ അവൾ പൊക്കിയെടുത്തുകൊണ്ട് അകത്തിടും, അതെനിക്ക് സന്തോഷമാണ്, അങ്ങനെ കൊണ്ടിടട്ടെ, അന്നേരം എനിക്ക് അവളെ കാണാമല്ലോ എന്ന ആ ഒരു സന്തോഷമേ ഉള്ളൂ എന്ന് അവൻ പറയും. പിന്നെ അനാമികയുടെ ആ ഫോട്ടോയുടെയും വീഡിയോയുടെയും കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. റാനി പറയുന്നത്, അത് ഞാൻ വീട്ടിൽ കാണിച്ചിട്ടും യാതൊരു പുരോഗതിയും ഇല്ല, ഞാൻ അവളെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അവൾ ഈ രീതിയിലൊക്കെ നടക്കുന്നത് എന്നാണ് വീട്ടിലുള്ള എല്ലാവരും പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയും വരെ. ഇനിയിപ്പോൾ അവൾ ഏത് വഴി പോയാലും എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കിട്ടേണ്ടത് നന്ദുവിൻ്റെ സ്നേഹമാണ് എന്ന് അനി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു എക്സസൈസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ട്രെയിനിങ് ക്യാമ്പിലാണല്ലോ, അന്നേരം കൂടെയുള്ളവരൊക്കെ അങ്ങ് തളരും കേട്ടോ കുറച്ച് എക്സസൈസ് ചെയ്ത് കഴിയുമ്പം. അന്നേരം ആ കൂടെയുള്ള ഒരു ജിമ്മൻ വന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, എല്ലാവരും തളർന്നു, പക്ഷേ നിൻ്റെ സ്റ്റാമിന ഇത്തിരി കട്ടിയാട്ടോ നന്ദു, നിനക്ക് 4-5 ആൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശ മുത്തശ്ശനും കുട്ടിയും കൊണ്ട് അനന്തപുരിയിലേക്ക് എത്തുന്നതാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആദർശൻ്റെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ നിന്നോട് ഞാൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കേണ്ട എന്ന്, നിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കറിയാം, ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാമെന്ന് പറയും കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ, അത് തെളിയിക്കുന്നത് വരെ എനിക്ക് മറ്റുള്ളവരെ പേടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറയും. അബി പിന്നെയും പറയും, അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്നിങ്ങനെ പിന്നെയും പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ശരിക്കും ചന്തുപോൾ നിൻ്റെയാണോ? ആദർശ് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം, ഇനിയിപ്പോൾ നിനക്കെന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് അബി പെട്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും അവരെ അകത്തോട്ട് കയറി വരുന്നു. അപ്പോൾ അങ്ങോട്ട് ആദ്യം ഇറങ്ങി വരുന്നത് നയനയാണ്. മേളിൽ നിന്ന് ഇറങ്ങി വരുവാണ് നയന. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, 3 പേരും കൂടെ എവിടെ പോയതായിരുന്നു എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, 3 പേരല്ല, ഞങ്ങൾ 4 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് മോളെ അങ്ങനെ പിടിച്ച് മുന്നിലോട്ട് നിർത്തും. ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ പേടിയായിട്ട് മോളെ പയ്യെ പോയി ആദർശിൻ്റെ പുറകിൽ ഒളിച്ച് നിൽക്കുക കേട്ടോ. ഏതായാലും ഈ കുട്ടിയെ കാണുമ്പോൾ നയന ചോദിക്കും, ഈ കുട്ടി ഏതാണ്? ആ സമയം അങ്ങോട്ടേക്ക് ജലജയും ദേവയാനിയും ഒക്കെ ഇറങ്ങി വരും. അവരും ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി ആരാണ് എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, ഇതൊരു അനാഥക്കുട്ടിയാണ്, ഞാൻ ഈ കുട്ടിയെ വീട്ടിലോട്ട് കൂട്ടിയതാണ്, ഇനി ഇവൾ ഈ വീട്ടിലാണ് വളരുന്നത്, എൻ്റെ കൊച്ചുമോളായിട്ട് എന്ന് പറയും. അന്നേരം വേറെ ആർക്കുമില്ലാത്ത സങ്കടമാണ് ജലജയ്ക്ക്. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത്, ഇങ്ങനൊരു അനാഥക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, ഉള്ള അനാഥക്കുട്ടികളെ മൊത്തം ഇവിടെ വളർത്തിക്കൊള്ളാം എന്ന് അച്ഛൻ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, വേറെ ആര് ചോദിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നിനക്ക് ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കാനുള്ള അർഹതയില്ല, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആരുമില്ലാത്ത നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്, അതുകൊണ്ട് അനാഥ ബാല്യങ്ങളോട് കുറച്ച് കാരുണ്യവും സ്നേഹവും ഒക്കെ കാണിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ജലജയ്ക്ക് ഏതായാലും അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പിന്നെയും പറയുന്നുണ്ട്, ഇനി തൊട്ട് ഈ വീട്ടിൽ എൻ്റെ കൊച്ചുങ്ങളായിട്ട് ഇവൾ വളരും, ബാക്കിയുള്ളവർക്കും ഉള്ള അവകാശം ഇവൾക്കും കാണുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛൻ എന്ന് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ മിണ്ടരുത്, അങ്ങനെ മിണ്ടാനുള്ള അർഹത നിനക്കില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, പിന്നെ എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞേക്കാം, ഇതൊരു അനാഥ കുട്ടിയാണ്, ആ കുട്ടിയെ
ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഈ വീട്ടിലോട്ട് ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നത് അനന്തമൂർത്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പരിഗണനയും സ്നേഹം ഈ കുട്ടിക്ക് കിട്ടിയിരിക്കണം. ആരും ഈ കുട്ടിയെ ഭയപ്പെടുത്താൻ നോക്കരുത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആദർശനോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇവൻ്റെ ഒന്നും അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് അബിയെ ചൂണ്ടിക്കാണിച്ച് പറയും കേട്ടോ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഒരു കാരണം കാണുമല്ലോ. അന്നേരം മുത്തശ്ശൻ പറയും, കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ആരും ചേക്കൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു സംസാരം ഉണ്ടാകരുത് എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകുമ്പോഴേക്കും നയന വന്ന മോളോട് ചോദിക്കുകയാണ് കേട്ടോ, മോൾ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ? പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഏതായാലും മുത്തശ്ശൻ അത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. അന്നേരം ഇത് തീരെ അങ്ങ് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ജലജ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഏട്ടത്തി ഇവിടെ നടക്കുന്നതെന്ന്. ആദർശൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, കണ്ടോ അവൻ്റെ മുഖം കണ്ടോ, അവനിത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, എന്താ ആദർശ കാര്യമെന്ന് ചോദിക്കും ദേവയാനി. അന്നേരം ആദർശ് പറയില്ല, ഒന്നുമില്ല, എന്നോടിവിടെ ചോദിച്ചിട്ടാണ് മുത്തശ്ശൻ കൊണ്ടുവന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് അന്നേരം അബി പെട്ടെന്ന് പറയുക, അമ്മ ഒരു കൊച്ചു കുഞ്ഞല്ലേ, അതേ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യം കിട്ടും, അതിൻ്റെ പേരിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അബി അങ്ങോട്ട് പോകും കേട്ടോ. അബി മേളിൽ പോയി ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോഴാണ് ജലജ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കും, എടാ സത്യം പറയടാ, നിനക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടാണ് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ എന്തായി പറയുന്നത്, എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജ നേരെ പറയുക, ഇനിയിപ്പോൾ അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അബി ചോദിക്കുക, അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനെന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, ഞാനെന്തിനാണ് കാണിക്കുന്നത്, അച്ഛനെപ്പോഴും നല്ല ആരോഗ്യമാണ്, അത്യാവശ്യം റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാലാൾ നോക്കും, അതിൻ്റെ സൗന്ദര്യമുണ്ട് എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒന്ന് സംസാരിക്കില്ലേ, എങ്ങനെ നാണമില്ലാതാകല്ലേ എന്ന് പറയുകയാണ്. അന്നേരം ജലജ പറയുന്നുണ്ട്, പിന്നെ അച്ഛൻ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും കാരണം വേണ്ടേ, ആദർശ് ഇങ്ങനെയുള്ള പണിയൊന്നും കാണിക്കില്ല, അതിനെപ്പോലെ വഴിയിട്ട് നടക്കുന്നവനൊന്നും അല്ല, പിന്നെ എന്താ കാര്യമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, സത്യം പറയടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാമെന്ന് പറഞ്ഞാൽ അബി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇവിടെ വളരുന്നത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ, പിന്നെ നേട്ടമാണോ ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ വഴിയെ അറിയാമെന്ന് പറയും. അന്നേരം ജലജ പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യം പറയടാ എന്ന് പറഞ്ഞ്. ആ സമയം അബിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അബിയുടെ മുഖത്ത് ചെറിയ സന്തോഷമൊക്കെ കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല, അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.